so pretty. Can you see comment? It's so pretty. I love it. You like Thank you. Love it. Thank you for. Pretty. Thank you. We're really lucky to be able to get a little taste of the culture here. ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡേയ്സിന് ശേഷമായിട്ടൊരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെന്ന പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഒരു മെഹന്തി സംഗീതനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഹെന്നയുടെ വർക്കുള്ള കാരണം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ പട്ടാമ്പിയിൽ എത്തിയിട്ടുണ്ട്. വെക്കേഷനാണല്ലോ മക്കൾക്ക്. അപ്പോൾ വെക്കേഷന് മുന്നേ വന്നൊരു വർക്കാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് അനുബന്ധിച്ചിട്ട് അങ്ങനെ വന്നിട്ട് അപ്പോൾ ഞാനും പപ്പയും കൂടിയാണ് പോകുന്നത്. പിന്നെ കൂടെ ഒരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അവളുടെ പേജ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. ഇപ്പോൾ നമ്മൾ പോണത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, ചെറുതുരുത്തിയിലാണ് കേട്ടോ. ഈ സൈഡിലേക്ക് കുറേ ആയിക്കണം വന്നിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10 വർഷമൊക്കെ അടുത്തായിരുന്നു. കാരണം ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഇവിടെ റിസോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റിസോർട്ടിലേക്കല്ല, വേറെ റിസോർട്ടിലേക്ക് ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. എക്കോ ഗാർഡൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ ഇടയ്ക്ക് പോയി ചോദിക്കും ഇപ്പോഴും ഹെന്ന ബിസിനസ് ഉണ്ടോ. ഹെന്ന ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ മെഹന്തി ഫംഗ്ഷൻ, പാർട്ടി ഹെന്ന, പിന്നെ ബ്രൈഡ്സിന്, പിന്നെ നിങ്ങൾക്ക് ഫെസ്റ്റിവൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഹെന്ന ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് ഹെന്നയും ബ്ലാക്ക് ഹെന്നയും നെയിൽ കോൺസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ട് പേരിന് പറയുന്നത്. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി അറിയാനാണ്. പിന്നെ നമ്മൾ ഓൾ കേരള നമ്മളുടെ ഹെന്ന സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. കേരളത്തിൽ നമ്മൾ എല്ലായിടങ്ങളിലും നമ്മൾ വന്നിട്ട് ഹെന്ന ചെയ്തു തരും. അത് അഫോർഡബിൾ റേറ്റ്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്പോട്ട് ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഒരു റിസോർട്ടാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഏകദേശമായിട്ട് എത്തി. നല്ല അടിപൊളി പ്ലേസ് കേട്ടോ. പിന്നെ കുന്ന് കയറണമാരിങ്ങനെ കയറി പോകണം. ആൾക്കാരൊക്കെ കുറവുള്ള മീൻസ് ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കേട്ടോ. എക്കോ ഗാർഡൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. ഒരു കുന്നിൻ്റെ മേലെ കയറി പോണ പോലെയാണ് കേട്ടോ. കുന്നിൻ്റെ മേലെ തന്നെയാണ് സംഭവം. നല്ല അടിപൊളി എന്താ പറയുക, ഒരു ആംബിയൻസും ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെ പോണ പോലെ ചെറിയൊരു ഫീൽ തോന്നും കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ നമ്മളുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് റിസോർട്ട് വരുന്നത്, ചെറുതുരുത്തി എക്കോ ഗാർഡൻ റിസോർട്ട്. ഇനി വീഡിയോ കാണാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞു. നല്ല അടിപൊളിയാണ് കേട്ടോ, ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു ഹോം സ്റ്റൈൽ സ്റ്റേ പോലെ ഉണ്ട് സൈഡിൽ. പിന്നെ നമ്മൾ സാധാരണ ബിൽഡിംഗ് അങ്ങനെ കാര്യങ്ങൾ പോലെ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വേറെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി അവിടെ സെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഇവൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന കേട്ടോ. അതിനൊക്കെ പറ്റിയുള്ള നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഒരു ഉച്ചയ്ക്ക് ജുമാക്ക് ശേഷമാണ് കേട്ടോ ഞാനും പപ്പയും എൻ്റെ ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് കേട്ടോ ഒരു ക്ലയൻറ്റ് ഉള്ളത്. പിന്നെ ഒരു ക്ലയൻറ്റ് ഉള്ളത് കുറച്ച് അപ്പുറത്താണ്. ഒരു ക്ലയൻറ്റൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ശരിക്കും ഒരു 10 പേരെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ 10 ഒന്നുമില്ല, അതിലും അധികം പേരുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നല്ല ഭംഗിയുള്ളൊരു കേട്ടോ, ഒരു കോറിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 പേരും ഇവിടെ എൻ്റർ ആയി. അപ്പോൾ ഇവിടെ 2 പേരേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പുറത്ത് കുറച്ചധികം പേരുണ്ട്. പക്ഷേ അപ്പുറത്തുള്ള ക്ലയൻസിന് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സർപ്രൈസിങ് മീൻസ് അവർ ഫോറിനേഴ്സാണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അപ്പുറത്ത് എത്തിയത് അവരുടെ റൂമിലെത്തിയതിന് ശേഷം ഓരോരോ ക്ലയൻസായിട്ട് നമ്മൾ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. കുറേ പേരൊക്കെ സിമ്പിൾ പാർട്ടി ഹെന്നയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ ഒക്കെ ഞാൻ വീഡിയോസ് എടുത്തത്, ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ തിരക്കായി തുടങ്ങി. പിന്നെ ഓരോരുത്തർ ഹെന്ന ഇടൽ കൂടുതലായി വന്നു കേട്ടോ. മെമ്പേഴ്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കൂടുതൽ പേർക്ക് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ പിക്സും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ സിമ്പിളായിരുന്നു കേട്ടോ ഇടുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കൂടി വന്നു കേട്ടോ എന്നെ ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ. ഇവരൊക്കെ ഹോങ്കോങ്ങിൽ നിന്ന് വന്ന ഓരോരുത്തർ വെറൈറ്റി ഡിഫറെൻറ്റ് നെയിംസ് ആട്ടോ, നല്ല നെയിമൊക്കെയാണ്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി കേട്ടോ. So pretty. Can you see comment? It's so pretty. I love it. You like Thank it? you. Love it. Thank you for- Pretty. Thank you. In London, they got someone in to do it, but second time. So nice. You like it? Love it. Thank you. Thank you. സത്യം പറഞ്ഞാൽ ഓരോരുത്തർ കമൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അറബ്സിന് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഫോറിനേഴ്സിന് ഇട്ട് കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ഇങ്ങനത്തെ ഒരു ഇതിന് അറബ്സിന് ഇട്ട് കൊടുക്കാനുള്ള ആഗ്രഹം സാധിച്ചു. അവിടെ പോയപ്പോൾ അബുദാബി പോയപ്പോൾ അവിടെ നിന്ന് ഇട്ട് കൊടുത്തിരുന്നത്. പക്ഷേ അവരത് നമുക്ക് വീഡിയോ എടുക്കാൻ എല്ലാവരും സമ്മതിക്കില്ല, ഹാൻഡ്സ് അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഐ മീൻ ഇവർ ചിലവരൊക്കെ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ചിലവർ ഹെന്ന ഇട്ടിട്ടുണ്ട് മുന്നേ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ ആ കമൻസും ഫീഡ്ബാക്കും സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കൂടി കൂടെയായിരുന്നു. നല്ല ഇതായിരുന്നു കേട്ടോ. നല്ല നല്ല ക്ലയൻസ് കേട്ടോ, ഡിഫറെൻറ്റ്. പിന്നെ നല്ല നല്ല സുന്ദരികളായ ക്ലയൻസാണ്. നല്ല അവർ ഓരോരുത്തർ സജഷൻസ് മീൻസ് അവർക്ക് ഫ്ലോറൽ വേണം, ഫ്ലവർ വേണം, അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ ചിലവരുടെ ഡിസൈൻ നോക്കിയിട്ട് അതേപോലെ വള്ളി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള വെയിൻസിൻ്റെ ഒക്കെ ഡിസൈൻ വേണം എന്നുള്ളതൊക്കെ പറയുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമായിരുന്നു. ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഹെന ആർട്ടിസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഇടയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചിട്ടോ എനിക്കും ഇതുപോലൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇടാനും. പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ. ഞാൻ ക്ലയൻസ് ഇവരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ കോൺടാക്ട് ചെയ്ത ആൾ മലയാളിയല്ല. പക്ഷേ ഈ ഒരു ഹെന്നക്ക് ഫോറിനേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തല്ലായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ പെയ്ഡാണോ എന്നൊക്കെ. പെയ്ഡ് വർക്ക് തന്നെയാണ് കേട്ടോ. എങ്ങനെ കിട്ടി എന്നൊക്കെ ഇൻസ്റ്റഗ്രാം വഴി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പോയി ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പുറത്തേ ഉണ്ടാവുള്ളൂ, അപ്പുറത്ത് ഹെന്ന ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു വർക്ക് എന്നല്ല എന്ത് കാര്യം എനിക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും അതുപോലെ നമ്മൾ ഒരുപാട് മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്താൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പോലെ നമുക്ക് അതിനോട് അനുബന്ധിച്ച് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇത്രയൊക്കെ എത്ര പേർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഇത് ഒരു 10-15 പേര് മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ഫോറിനേഴ്സിന് മാത്രം. പിന്നെ നമ്മൾ മലയാളീസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാം ഇവരുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായിട്ട് വന്നതാണ് കേട്ടോ. ഇവർ നല്ല കമൻസൊക്കെ പറഞ്ഞ് ഫുൾ ഓൺ വോയിസ് എടുത്തിട്ട് ചിലവർക്ക് മാത്രം ഓൺ വോയിസ് എടുത്തിട്ടുള്ളേ. Oh, this is my first time getting all the way in the it done, taxi for and like I think an it's hour really and beautiful. 45 It's minutes. It looks like you left half of you in we're the really house. lucky It's to be like an able hour and a half to drive get a to little where we stand taste here, of and the it was culture like here, throwing up the whole way out the and window. I think you're doing an amazing job. You're Got she's out, I was freehanding like, this. there was nothing, there wasn't That's anything amazing. I could never do this. Like, yeah, it was all over the car. Thank you. അങ്ങനെ ഒരുപാട് പേരുടെ ഇവിടുത്തെ കവർ ചെയ്ത് കുറേ പേരുടെയൊക്കെ പിക്ക് എടുത്തിട്ടുണ്ട്, കുറേ പേരുടെ പിക്ക് എടുത്തില്ല. അങ്ങനെ വീഡിയോസും പിക്സും അവരുടെ പെർമിഷനോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മളിതാ അവിടുന്ന് പോവാണ്. ഇനി ഇവരുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഗീതനായിട്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് അവർ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ബ്രൈഡ് വന്നിട്ട് രാജസ്ഥാനിൽ നിന്നാണ്. ബ്രൈഡ് വർക്ക് ചെയ്യുന്നത് ഹോങ്കോങ്ങിലാണ്. ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇനി ഇവർ ഈ റിസോർട്ടിൽ തന്നെ മുകളിലേക്കാണ് ഇവിടെയാണ് ഇവരുടെ സംഗീത നൈറ്റ് ഫംഗ്ഷൻ വരുന്നത്. അടിപൊളി ഫംഗ്ഷനാണ് കേട്ടോ. നല്ല അടിപൊളി ക്രിയേറ്റീവ് ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. എല്ലാം തീമും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്. നല്ല ഇതാണ് കേട്ടോ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്.
അതുപോലെ തന്നെ നല്ല ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് പേർക്ക് ഹെന്ന ഇടാനുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ളവർക്ക് ഇടാനുണ്ട്. ഇതുവരെ എത്തിയത് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ. ഇവർ കുറേ ഫ്രണ്ട്സും കുറേ പേര് എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല ഈവനിങ് ഫംഗ്ഷനല്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഗ്രൂമിൻ്റെ സൈഡിലുള്ളവർക്കൊക്കെ ഓരോരുത്തരൊക്കെ ആയിട്ട് അവർക്ക് പിന്നെ സമയം കുറവായി, പിന്നെ മറ്റൊക്കെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് അടുത്ത ഹെന്നയും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇവർ സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവ് ബജി ഉണ്ട്, പിന്നെ ബേൽപൂരി ഉണ്ട്, പനിപ്പൂരി എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ബേൽപൂരിയും പിന്നെ വേറെ ഒരു കട്ട്ലേറ്റും കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡൊക്കെ. പിന്നെ ഓരോരുത്തർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഹെന്ന ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പാട്ടും നല്ല വൈബാട്ടോ കുട്ടികൾക്കൊക്കെ. ഇത് കണ്ടിട്ട് കൂടെ എൻ്റെ ഫ്രണ്ട് അവൾ ഹെന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ സൈഡിലിരിക്കുന്ന ഒരാൾ നെക്സ്റ്റ് ഹെന്ന ഇടാനുള്ളതാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് നിന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇട്ടുകൊണ്ടിരിക്കണവരും തിരിഞ്ഞ് നോക്കുന്നുണ്ട്, നമുക്കും നോക്കാറുണ്ട്. കാരണം നമ്മളവിടെ ഇരുന്നാൽ അറിയാണ്ട് പ്രോഗ്രാം എൻജോയ് ചെയ്ത് പോകും. അത്രയും നല്ല അടിപൊളി പ്രോഗ്രാമാണ്. പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ വർക്കും നടന്നുകൊണ്ടിരിക്കണം. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രിയാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ ഫാദറും മദറൊക്കെ ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഇവൻ്റ് തന്നെയാണ്. അപ്പോൾ ബ്രൈഡും ഗ്രൂമും ഇത് എൻട്രി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ മെഹന്തി ഫംഗ്ഷനും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഒരു നാൾ എന്തായാലും നമ്മളെ കൈകളിലത് വരും എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കും ഇതുപോലെ എന്താ ഇനിയിപ്പോൾ അബ്രോഡ് പോകുമ്പോഴായിരിക്കും സാധിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് പഠിച്ചവൻ്റെ ദുആ സ്വീകരിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ അബ്രോഡ് പോകാതെ എനിക്ക് ഇവിടെ തന്നെ ഇടാൻ സാധിച്ചു. അങ്ങനെ അതായത് നമ്മൾ ഓരോരുത്തരെ ഹെന്ന ഡിസൈൻസൊക്കെ ഒരു വൈക്കായിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മളൊരു 2 മണിയൊക്കെ ആകുമ്പോൾ 2:30 ആകുമ്പോൾ എത്തിയിട്ടുള്ളതാണ്. ഏകദേശം സമയം നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്രയും ടൈം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഹെന്ന വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ബ്രൈഡിൻ്റെ അമ്മയുടെ സിസ്റ്ററാണ് കേട്ടോ വരുന്നത്. എല്ലാവരും സച്ച് ക്യൂട്ട് പേഴ്സൺസ് ആണ് കേട്ടോ. നല്ല ക്യാരക്ടറും നല്ല ഇതും. അവർ നമ്മളോട് റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി പറഞ്ഞു. പക്ഷെ നമുക്ക് വീട്ടിലെത്തണ്ടേ, അത് എന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട്. ഷീസ് ഓൾസോ ഫ്രം ഹോങ്കോങ് എന്നാണ് പറഞ്ഞത്. നല്ല ഒരു ക്യൂട്ട് ബേബി കേട്ടോ. അതിനും ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനും ഇട്ട് കൊടുത്തു. അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. അതിന് ഫ്ലവർ മതി എന്നൊക്കെ പറഞ്ഞു. നല്ല ക്യൂട്ടായിട്ടുള്ള ബേബി. അതും അതിൻ്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഹെന്നയുടെ ഒരു വിധമൊക്കെ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം സമയം ഒരു 9:30-10 o'clock ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും എക്സ്റ്റെൻഡ് നമ്മളെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ, ഒരു 45 minutes അടുത്തുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പതുക്കെ ഹെന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടി. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളവർക്ക് ഭയങ്കര കമൻസ് കേട്ടോ. അത് മാത്രമല്ല, പിന്നെ ചിലവർക്ക് ഇവർക്ക് ഹെന്നേൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അല്ല, പക്ഷേ ഇവർക്ക് നമ്മൾ ഇട്ട് കൊടുത്ത നീറ്റ്നെസ്സും പെർഫെക്ഷനും അവർക്ക് ആ ഡിസൈൻസും ഒക്കെ അവർക്ക് ഇഷ്ടമായിട്ട് കേട്ടോ. അവർ വാല്യുബിൾ കമൻസ് തന്നെ പറയണത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ കേൾക്കുമ്പോൾ. അങ്ങനെ ഇതാ ഏകദേശം ഹെന്ന പ്രോഗ്രാമൊക്കെ നമ്മളുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ ഇവർ അധികം നോർത്ത് ഇന്ത്യൻ ഡിഷസാണ്. പത്തിരി, പൊറോട്ട, സലാഡ്സ്, മക്രോൺ, പാസ്ത, ബട്ടർ ചിക്കനും പിന്നെ അതുപോലെ ഫിഷിൻ്റെ ഒരു ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പിന്നെ കുറേ സ്വീറ്റ്സും ഡെസേർട്ട്സൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഹെന്ന ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.